ഡോക്ടർ ഷേർലി വാസു ഓർമ്മയായി മാറി. നമ്മുടെ കേരളം കണ്ട ഏറ്റവും ധീരയായ ഒരു വനിതയായിരുന്നു അവർ. 1981 മുതൽ ഫോറൻസിക് സർജനായി ജോലി ചെയ്യുന്ന ഒട്ടേറെ പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഡോക്ടർ ഷേർലി വാസു ജോൺ എബ്രഹാമിനെയും പത്മരാജനെയും പോസ്റ്റ്മോർട്ടം ടേബിളിൽ കണ്ട വ്യക്തിയാണ്. ഒട്ടേറെ കുപ്രസിദ്ധ കുറ്റകൃത്യങ്ങൾക്ക് പോസ്റ്റ്മോർട്ടത്തിലൂടെ അവർ തുമ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായി പോസ്റ്റ്മോർട്ടം ടേബിളിൽ മൃതദേഹം തൊട്ടപ്പോൾ വികാരപരമായി ചിലതൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നീട് നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യേണ്ടി വന്നാലും വികാരരഹിതമായി തന്നെ അതൊക്കെ ചെയ്തു തീർത്തിട്ടുണ്ട് എന്നാണ് ഡോക്ടർ ഷേർലി പറയുന്നത്. ആദ്യമായി പോസ്റ്റ്മോർട്ടം നടത്തിയ രാത്രിയിൽ സ്വപ്നങ്ങളിൽ ആ സ്ത്രീയുടെ രൂപം കടന്നു വന്നിരുന്നു. അവരുടെ നിലവിളി കേൾക്കുന്നത് പോലെ തോന്നിയിരുന്നു. എന്നാൽ അത് ആദ്യത്തെയും അവസാനത്തെയും നിലവിളിയായിരുന്നു. പിന്നീട് അങ്ങനെ ഒരു സ്വപ്നമോ കരച്ചിലോ ഡോക്ടർ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. താൻ ഈ ജോലി ഉപേക്ഷിച്ച് പോകാതിരുന്നതിനെക്കുറിച്ചും ഡോക്ടർ ഷേർലി പറഞ്ഞിട്ടുണ്ട്. താനിത് കളഞ്ഞിട്ട് പോയാൽ ഒരുപക്ഷെ ഒരു തെറ്റിദ്ധാരണ വരെ വരും. പോലീസ് ജോലികളും ഇത്തരം ജോലികളും സ്ത്രീകൾക്ക് പറ്റില്ല എന്നത്. ഈ കേരള പോലീസിൻ്റെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് ഇഷ്ടം തന്നെയാണ്. ഇങ്ങനെ മാറ്റി പറയണം എന്ന് അവരാരും എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. മരണത്തിൻ്റെ മണം ഒന്ന് വേറെയാണ്. വെള്ളത്തിൽ വീണ മരണത്തിൻ്റെ മണം ഒന്നാണ്, മണ്ണിനടിയിൽ കിടന്ന മരണത്തിൻ്റെ മണം മറ്റൊന്നാണ്, പാറയിടുക്കിൽ ചീഞ്ഞ മരണത്തിൻ്റെ മണം വേറൊന്ന്. കാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ബോഡിയിൽ 4 അടി ഉയരത്തിൽ പുഴുക്കൾ ചാടും, മണമുണ്ടാകും. എല്ലാവർക്കും ഉള്ളപോലെ നമുക്കും ബുദ്ധിമുട്ട് തന്നെയാണ് മണം. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മറക്കും. നിവൃത്തി കെട്ടിട്ടോ അമർഷത്തോടെയോ സ്നേഹമില്ലാതെയോ ചെയ്യുന്ന പ്രവൃത്തിയല്ല ഇത്. ഇതൊരു ത്രില്ലിംഗ് ജോലിയാണ്. ജോലി ചെയ്യാനുള്ള മനസ്ഥിതി വേണം. സമൂഹത്തിന് നല്ലത് വരാൻ പ്രാർത്ഥിക്കുക. അവർ വന്ന് താങ്ക് യു എന്ന് പറയുന്നത് കേൾക്കാതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. അതിലൊരു സുഖമുണ്ട്. സാക്ഷാൽ ഈശ്വര സേവയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിലൊരു സംശയവുമില്ല. ഒരു കുറവുമില്ലാതെ അത് ചെയ്യും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും ധീരയായ സ്ത്രീ ഒരു സംഭവം പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടുമുണ്ട്. മാവൂർ റോഡിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നാടോടി ബാലികയുടെ ശരീരത്തിൽ കത്തിവെക്കേണ്ടി വന്നത് പറഞ്ഞപ്പോൾ അവർ ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. ഒരു വസ്ത്രത്തിൻ്റെ ടാൻ പോലും ഇല്ലായിരുന്നു ഉറുമ്പരിച്ച ആ ശരീരത്തിൽ. ഇത് പറഞ്ഞായിരുന്നു ഡോക്ടർ ഷേർലിയുടെ കരച്ചിൽ. നൂറുകണക്കിന് ശരീരങ്ങൾ കീറിമുറിച്ചവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ആ കുഞ്ഞിൻ്റെ ശരീരം കണ്ട് തളർന്നു പോയിരുന്നു. തൻ്റെ മരണത്തെക്കുറിച്ചും ഡോക്ടർ ഷേർലിക്ക് പറയാനുണ്ടായിരുന്നു. എൻ്റെ മരണം സംശയകരമായിട്ടോ വാഹനാപകടമായിട്ടോ എന്താണെന്ന് എനിക്കിപ്പോൾ പറയാനാവില്ല. അങ്ങനെ വന്നാൽ കോഴിക്കോട് മോർച്ചറിയിലാണെങ്കിൽ ഞാനും അവരിൽ ഒരാളാകും. എൻ്റെ സഹപ്രവർത്തകർ എന്നെ കീറി മുറിക്കുന്നത് സന്തോഷത്തോടെ തന്നെ ഞാൻ നോക്കിക്കാണും. ഒടുവിൽ ഇന്നലെ ഡോക്ടർ ഷേർലി വാസു അവസാനമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി. അവരുടെ ജീവിതവുമായി അലിഞ്ഞു ചേർന്ന ആത്മാക്കളോട് യാത്ര പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഈ ലോകത്ത് നിന്നും വിട പറയുകയാണ്.